നമ്മളിൽ രണ്ടുപേരിൽ ഒരാള് മരിക്കുന്ന ദിവസമുണ്ടല്ലോ, ഒരാള് 6 അടി മണ്ണിനകത്ത്, ഒരാള് ഭൂമിയുടെ മുകളില്. ആ ഖബറിനകത്ത് ഇതിനെക്കാളും ഇരുളാണല്ലോ അലിയേ. ഒരുപാട് സ്വപ്നം കണ്ട് ചിരിക്കുന്ന മുഖത്തോട് മണിയറക്കകത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച് അവിടെന്ന് പറയുന്നു, അലിയേ ഖബർ ഞെരിക്കുമല്ലോ, ഖബറിനകത്ത് ഇരുളാണല്ലോ, ഖബറിനകത്ത് വല്ലാത്ത അദാബുണ്ടല്ലോ. മണിയറക്കകത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് മണവാട്ടി പറഞ്ഞു കൊടുക്കുകയാ, അലിയേ മണിയറ ഇവിടെയല്ല, മണിയറ ഇവിടെയല്ല, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ. മണിയറ എവിടെയെന്നറിയുവോ? മണിയറ എവിടെയെന്നറിയുവോ? വെള്ളത്തുണിയിൽ കുളിപ്പിച്ച് സുന്ദരനെ പോലെ കുടിപ്പിച്ച് സുഗന്ധം തേച്ച് 6 അടി മണ്ണിനകത്ത് കൊണ്ടുപോയി കുടിച്ചിടുന്ന 1ാമത്തെ രാത്രിയുണ്ടല്ലോ, അവിടെയാണ് മണിയറ, അവിടെയാണ് മണിയറ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മണവാട്ടി പറഞ്ഞു കൊടുക്കുകയാ, മണവാട്ടി പറഞ്ഞു കൊടുക്കുകയാ, മണിയറയെന്ന് പറഞ്ഞാൽ അവിടെയാണ് മണിയറ. മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അലിയേ ആഗ്രഹമില്ലേ അലിയേ? സ്വർഗത്തിലെ സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടക്കണ്ടേ അലിയേ? കണ്ണെത്താ ദൂരം ഖബർ വിശാലമാകണ്ട്. സ്വർഗത്തിന്റെ പരിമളം ഖബറിനകത്തടിച്ച് വീശുണ്ട്. ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ സ്നേഹത്തോടെ ഖബർ നമ്മളെ കെട്ടിപ്പിടിക്കണ്ടേ അലിയേ? ഖബറിനകത്ത് ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകൾ പുതുമണവാളൻ കിടന്നുറങ്ങുന്നത് പോലെ ഈ മണിയറക്കകത്ത് കിടന്നുറങ്ങടാ എന്ന് പറയുന്നത് കേൾക്കണ്ടേ അലിയേ? അതുകൊണ്ട് ഇന്ന് നമുക്ക് നമസ്കരിക്കാം, ഇന്ന് നമുക്ക് ഖുർആൻ ഓതാം, ഇന്ന് നമുക്ക് 2 പേർക്കും കൂടെ പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാം അലിയേ. നമ്മുടെ ഇന്നത്തെ രാത്രി മണ്ണറ മണിയറയാക്കാ മാറ്റിവെക്കാ. പടച്ചവരെ, പെണ്ണെന്ന് പറഞ്ഞാൽ അവളാ, പെണ്ണെന്ന് പറഞ്ഞാൽ അവളാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വിവാഹം കഴിഞ്ഞ് മണിയറ